My dear students, welcome to our online video coaching for PSC Maths. My name is J.VIJAYAMOHAN, the director of CAPS Coaches and Trivandrum. ഇന്നെടുക്കുന്ന പോർഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ്. അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അതിന്റെ ബേസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് PSC, SSC, ബാങ്ക്, RRB ഇവർക്കെല്ലാം സ്യൂട്ടബിൾ ആണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. എന്താണ് റേഷ്യോ? റേഷ്യോ ഈസ് ദ കമ്പാരിസൺ ഓഫ് ടു ക്വാണ്ടിറ്റീസ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഞാൻ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ്: A:B. ഞാനൊരു എക്സാമ്പിൾ പറയാം. ദ റേഷ്യോ ഓഫ് ദ പെർസെന്റേജ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 5:2. അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 5:2 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 5 വയസ്സുള്ള അച്ഛനും 2 വയസ്സുള്ള മകനും എന്നല്ലല്ലോ. ഒരുപക്ഷെ ഇതാകാം 50:20 ആയിരിക്കാം. അതിനെ 10 കൊണ്ട് വെട്ടി ചെറുതാക്കി പകുതിയാണ്. എപ്പോഴും റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേ പറയുള്ളൂ. ജനറലായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ഇങ്ങനെയും എഴുതാം. A:B means A/B. എന്താണ് പ്രൊപ്പോർഷൻ? If two ratios are equal, then they are said to be in proportion. അതായത് A:B equal to C:D, then they are said to be in proportion. ഇത് എഴുതുന്നത് എങ്ങനെയാ? A/B equal to C/D. A:B ഇങ്ങനെ എഴുതാമല്ലോ. ഇത് A/B equal to C/D. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും. AD equal to BC. ഇത് മൂന്നും സെയിം ആണ്. 3 രീതികൾ എഴുതിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ റേഷ്യോയെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. റേഷ്യോ എന്നാണ് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതുന്നത്. കമ്പാരിസൺ ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് ആണ് എഴുതുന്നത്. ഇങ്ങനെ 2 റേഷ്യോസ് ഈക്വൽ ആകുന്നത് പ്രൊപ്പോർഷണൽ. അംശബന്ധം, അനുപാതം. ഈ റേഷ്യോ ഒരു ആപ്ലിക്കേഷൻ ഡെയിലി ലൈഫില് യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ജോലിക്കാരുണ്ട്. അറിയാമോ? ഒരു റേഷ്യോ എന്നുള്ള വാക്ക് പക്ഷേ ഉപയോഗിക്കാറില്ല. പക്ഷെ അവരത് പകരം വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡെയിലി ലൈഫിൽ അത് അവർ പറയുന്നുണ്ട് എപ്പോഴും. മീസനാണ് കൊത്തൻ. കൊത്തൻ കയ്യാളത്ത് ഇവിടെ 3 ചാന്ത് കൂട്ടടേന്ന് പറയും. 3 ചാന്ത് കൂട്ടടേന്ന് പറയും. മനസ്സിലായോ? പറഞ്ഞത് ചാന്ത് എന്ന് പറഞ്ഞാൽ അതിവിടെ 3 ചാന്ത് കൂട്ടു എന്ന് പറയും. എന്ന് പറയുന്ന അർത്ഥം എന്തെന്ന് അറിയാമോ? 3 ചട്ടി മണലിന് 1 ചട്ടി സിമെന്റ് എന്നാണ്. 3 ചാന്ത് കൂട്ടാൻ പറഞ്ഞതിന്റെ അർത്ഥം 3 ചട്ടി മണലെടുത്താൽ 1 ചട്ടി സിമെന്റ്. 6 ചട്ടി മണലെടുത്താൽ 2 ചട്ടി സിമെന്റ് എന്നാണ്. 3 ചാക്ക് മണലെടുത്താൽ 1 ചാക്ക് സിമെന്റ് എന്നാണ്. മനസ്സിലായോ? അപ്പൊ രണ്ടിന്റെ യൂണിറ്റ് സെയിം ആയിരിക്കും. യൂണിറ്റ് സെയിം ആയിട്ടുള്ള രണ്ടും കൂടെ കണക്ട് ചെയ്ത റേഷ്യോ പറയും. അതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇപ്പോ എന്റെ അടുത്ത കേസിലോട്ട് വരാണ്. റേഷ്യോ പറഞ്ഞു, പ്രൊപ്പോർഷൻ പറഞ്ഞു. റേഷ്യോസ് തന്നെ പലവിധമുണ്ട്. ആദ്യത്തെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഈസ് ടു ബി എന്ന് പറയുന്നത് A² ഈസ് ടു B². ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ബേസ് ആണ്. ഞാൻ ജസ്റ്റ് ഓർത്തിനും പറയും. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഈസ് ടു ബി, ദാറ്റ് ഈസ് A² ഈസ് ടു B². അങ്ങനെയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2:3 എന്തായിരിക്കും? 2² ഈസ് ടു 3². എന്ത് കിട്ടും? 4:9. ഇനി അടുത്ത് വരുന്നത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B ആണ്. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ്, സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ റിവേഴ്സ് ആണ്. √A:√B ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 9:25 ആയിരിക്കും. √9:25, that is 3:5. ഇപ്പൊ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടുന്നത് സബ് ഡ്യൂപ്ലിക്കേറ്റ്. അത്രേ ഉള്ളൂ. അടുത്തത് വരുന്നത് ട്രിപ്ലിക്കേറ്റ് ratio of A:B. That is
A cube is to B cube. Cube ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. അപ്പോൾ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 1:2 ഓഫ് 1 cube is to 2 cube. 1 cube is 1. 2 cube 8. So the answer is 1:8. ഇനി വരുന്നത് സബ് ട്രിപ്ലിക്കേറ്റ്. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A is to B. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് പറയുമ്പോൾ സ്ക്വയർ, നേരെ റിവേഴ്സ് ആണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, സ്ക്വയർ റൂട്ട് എടുക്കും. ഇവിടെ ക്യൂബ് എടുത്തെങ്കിൽ എന്ത് ചെയ്യണം, ക്യൂബ് റൂട്ട്. അതായത് A⁻1/3 is to B⁻1/3. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ക്യൂബ് റൂട്ട് ഓഫ് A is to ക്യൂബ് റൂട്ട് ഓഫ് B എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കാം. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 8:27. 8ന്റെ ക്യൂബ് റൂട്ട് എന്താ, 2ന്റെ ക്യൂബ് അല്ലേ 8, ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു 2. 3യുടെ ക്യൂബ് അല്ലേ 27, സോ 3. ഇത്രയും മനസ്സിലാകണം. എല്ലാവർക്കും അറിയാനുള്ള കേസാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാണ് മനസ്സിലാക്കുക. ഇതിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് PSCക്ക് ചോദിക്കും, SSCക്കും അങ്ങനെ അധികം ചോദിക്കാറില്ല. PSCക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ 4 കേസ് പറഞ്ഞു. ഇനി വേറൊരു കാര്യമുണ്ട്, അത് പലർക്കും അറിയില്ലാതാണ്. കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറയും. Compounded ratio of A is to B and A is to B and C is to D എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് A is to B and C is to D എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഇതാണ്. ഇതിലെ ഫസ്റ്റ് ടേംസ് തമ്മിൽ എന്ത് ചെയ്യണം, അതായത് AC is to BD ആയിരിക്കും. Compound ratio A is to B and C is to D ആണ്, AC is to BD ആയിരിക്കും. Product of first terms, product of second terms. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് 2:3 and 1:4 എന്തായിരിക്കും, അതെന്ത് ചെയ്യണം, 2:1 അല്ലേ, 2:1. അപ്പൊ 2 3:4 12 അല്ലേ, മനസ്സിലായല്ലേ? ഫസ്റ്റിന്റെ പ്രോഡക്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ്, അപ്പോ 2:1 2 3:4 12. അപ്പൊ അതിനെ നമുക്ക് 2 വെച്ച് സിംപ്ലിഫൈ ചെയ്യാം. Then we get 1:6. എക്സാമിന് എങ്ങനെ ചോദിക്കാം, കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് 2:3 and 1:4 is ഓപ്ഷനിൽ ഞാൻ പറയുന്നതാണ്. So the answer is 1:6. മനസ്സിലായല്ലോ? അപ്പൊ കോമ്പൗണ്ടഡ് റേഷ്യോ മനസ്സിലായല്ലോ. അടുത്തിനി വരുന്നത് റെസിപ്രോക്കൽ റേഷ്യോ. ഇവിടെയുണ്ട് reciprocal ratio. Reciprocal ratio of A is to B എന്ന് പറഞ്ഞാൽ 1/A is to 1/B എന്നാണ്. Reciprocal ratio of A is to B means 1/A is to 1/B. തിരിച്ചെഴുതിയാൽ കിട്ടുന്നതാണ്. അങ്ങനെയാണ് reciprocal ratio of 2:3 ആരാണ്, 1/2 is to 1/3 ആണ്. ഇത് കാണുന്നതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിന് തിരിച്ചങ്ങ് പറഞ്ഞാൽ രണ്ടുപേരും വന്ന് തിരിച്ചു പറഞ്ഞത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ മെത്തേഡ് ഉണ്ട്. ഇത് 2ന്റെ LCM, 2ന്റെ 3യുടെ LCM എന്ന് പറയുന്നത് ആരാ, 2 3 6 അറിയാലോ. അപ്പൊ 6 കൊണ്ട് ഫസ്റ്റിനെയും മൾട്ടിപ്ലൈ, 6 കൊണ്ട് സെക്കൻഡിനെയും മൾട്ടിപ്ലൈ. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പൊ 2 വരുമ്പോ റെസിപ്രോക്കൽ റേഷ്യോ വളരെ സിമ്പിൾ ആണ്. റെസിപ്രോക്കൽ റേഷ്യോ 2:3 ആരാ, 3:2. അപ്പൊ അങ്ങനെയാണ് റെസിപ്രോക്കൽ റേഷ്യോ ഓഫ് 5:7 ആരാണ്, reciprocal ratio of 5:7 7:5 ആയിരിക്കും. മനസ്സിലായോ? ഇതിൽ 3 എണ്ണമുള്ളതൊക്കെ ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. 3 4 ഒക്കെ വരാം. 2 പേര് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ ഇനി reciprocal ratio of A is to B is to C 1/A is to 1/B is to 1/C ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ reciprocal ratio of 2:3 is to 4 എന്താണ്, reciprocal ratio of 2:3 is to 4 1/2 is to 1/3 is to 1/4 ആയിരിക്കും അല്ലേ. ഇത് നേരത്തെ പറഞ്ഞതനുസരിച്ച് തിരിച്ചു പറയുന്നത് തെറ്റിപ്പോകും. എങ്ങനെ, നേരത്തെ 2 പേര് വന്നപ്പോഴേ 5:2 ആണ്, 2:5 5:7 ആണ്, 7:5.
അതുപോലെ ഇതിന് 4:3 4:3 എന്ന് പറയാൻ പറ്റാ. കറക്റ്റ് സ്റ്റെപ്പ് ഇതാണ് പറഞ്ഞുതരാം. 2, 3, 4 എൽസി എടുക്കുക. എഴുതി നോക്കേണ്ട കാര്യമില്ല. 2, 4 അത് വലുതല്ല എൽസി. 4, 3 കൂടെ കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ട് പ്രോഡക്റ്റ് ആണ് എൽസി. ഇതിനെ ഈ 3 പേരെയും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ നോക്കുക. ഇവിടെ വലിയ ഏറ്റവും വലിയ സംഖ്യ 4 ആണ്. അതിനെ ഈ 2 സംഖ്യ ഹരിക്കാൻ പറ്റില്ല. അതിന്റെ കവർ എടുത്ത് 8 കൊണ്ടും പറ്റില്ല. അപ്പൊ ഇതിന്റെ ത്രിപിൾ എടുത്ത് 12. 12നെ 3 കൊണ്ട് 2 കൊണ്ട് പറ്റും. അതുകൊണ്ട് 12. 3 പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യയാണ്. എൽസി നമുക്ക് വേറെ ക്ലാസ് പഠിക്കാം. ഇപ്പൊ 12 ആണ്. ഇപ്പൊ 12 കൊണ്ട് ഇങ്ങനെ ഇൻഡ് ചെയ്യുക. അതാണ് അതിന്റെ കറക്റ്റ് മെത്തേഡ്. 12 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. വേറെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കറക്റ്റ് മെത്തേഡ് പറഞ്ഞതാണ്. അപ്പൊ കിട്ടുന്ന എന്താ? ഇത് കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടും. ഇത് കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും അല്ലേ? ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. 6:4:3 അത് തിരിച്ചു പറയുന്നല്ലോ. ആദ്യത്തെ കാണാൻ നോക്കൂ. 1/2:1/3:1/4 ആണല്ലോ ആദ്യത്തെ കാണുന്നതിന്. ആദ്യത്തെ തുടരുത്. ഇത് നമ്മുടെ ഇന്ത്യ 12 രണ്ടാമത്തേതാണ്. രണ്ടാമത്തത് ഞാൻ പൊത്തി പിടിക്കുക. 2 × 4 8. മൂന്നാമത്തേതാണ്. മൂന്നാമതിനെ പൊത്തി പിടിക്കുക. 6. അപ്പൊ ഇത് ഇങ്ങനെ എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ മെത്തേഡാ പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒന്നാമത്തേതാണ്. ഇതിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യുക. ഒന്നാമത്. രണ്ടാമത്തേതാണോ? ഇതിനെ മാറ്റി വെച്ചിട്ട് ഇത് പ്രിന്റ് ചെയ്യുക. മൂന്നാമത്തേതാണോ? ഇത് മാറ്റി വെച്ചിട്ട് ഇത് പ്രിന്റ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ കിട്ടൂല. ഇനി ഇതിനെ 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 6:4:3 അതല്ലേ ഇവിടെ കിട്ടിയത്. ഇങ്ങനെ എഴുതിയാലും ഒരു സ്റ്റെപ്പ് ചിലപ്പോൾ കൂടുതൽ വരും. അതിനേക്കാൾ ഇങ്ങനെ ചെയ്താലും മതി. എൽസിയും കൊണ്ട് ഇൻഡ് ചെയ്താലും മതി. 2 മെത്തേഡ് ഇവിടെ പറഞ്ഞു. ഒരു മെത്തേഡ് എന്താ? 2, 3, 4 എൽസിയും എടുത്തിട്ട് എൽസിയും കൊണ്ട് ഇൻഡ് ചെയ്യുക. നമുക്ക് കിട്ടും. നമുക്ക് പറ്റി എഴുതുമ്പോൾ കറക്റ്റ് സിംപ്ലിഫൈഡ് ഫോമിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വേറെ മെത്തേഡ് എന്താ? ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് ഇതിനെ മാറ്റി വെച്ചിട്ടോ ഇത് നമ്മൾ ഇൻഡ് ചെയ്യാം. രണ്ടാമത്തേനെ മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ ഇൻഡ് ചെയ്യാം. മൂന്നാമത്തെ ഇത് മാറ്റി വെച്ചിട്ട് ഇത് ഇൻഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം കൂടി വരും. കാര്യം മനസ്സിലായോ? ഒന്ന് ഈ രീതിയിൽ ചെയ്യുക. എൽസിയും കൊണ്ട് ഇൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. 2 മെത്തേഡ് ഉണ്ട്. ഇതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ആണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, രണ്ടാമത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? A/B ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ A²/B². സബ് ഡ്യൂപ്ലിക്കേറ്റോ A/B/√A/√B. ഡ്യൂപ്ലിക്കേറ്റോ A/B/A³/B³. സബ് ഡ്യൂപ്ലിക്കേറ്റോ √A/√B. അല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ പറഞ്ഞത് എന്താണ്? കോമ്പൗണ്ട് റേഷ്യോ. ഫസ്റ്റ് നമ്മൾ ഇൻഡ് ചെയ്യുക, സെക്കൻഡ് നമ്മൾ ഇൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ റേഷ്യോ പറഞ്ഞത്. 2 പേരുണ്ടെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ. 3 പേരുണ്ടെങ്കിലോ എൽസിയും കൊണ്ട് ഇൻഡ് ചെയ്യുക. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ റേഷ്യോ പറഞ്ഞതുപോലെ പ്രൊപ്പോർഷണലും ഇതുപോലെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കംപ്ലീറ്റ് ബേസ് ആണ്. റേഷ്യോ പറഞ്ഞു, പ്രൊപ്പോർഷണൽ. അതിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാൻ ചോദിക്കും. ഫൈൻഡ് ദി ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ് 3 എണ്ണം തരും. അതുപോലെ തേർഡ് പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ 2 എണ്ണം തരും. മീൻ പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ 2 എണ്ണം തരും. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ആദ്യത്തേതാണ് fourth proportional to 5, 10 and 12 എന്ന് ചോദിക്കാം. അതിന്റെ കറക്റ്റ് മെത്തേഡ് ഒന്നും പഠിക്കേണ്ട. കറക്റ്റ് മെത്തേഡ് സ്കൂളിൽ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. 5:10 എന്ന് എഴുതിയിട്ട് 4ാമത്തെ അറിയില്ല, ഇങ്ങനെ എക്സ് ഇടും. എന്നിട്ട് 5/10 ഈക്വൽസ് 12/x ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ എക്സിന്റെ കണ്ടുപിടിക്കും. ഞാൻ എന്തായാലും എഴുതി കാണിക്കാം. അതാ ഇങ്ങനെ. Then x equals 10 × 12 divided by 5. എത്ര കിട്ടും? 24. സ്കൂളിൽ ഇങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടുള്ളൂ. ഇത് സ്കൂളിൽ പഠിച്ച മെത്തേഡാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കാറുണ്ട്. നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ പറയുന്നത് വേറെ ഷോർട്ട് കട്ടാണ്. നമുക്ക് ഈ മെത്തേഡേ വേണ്ട. നോക്കൂ, 5, 10, 12 അല്ലേ? 4 പ്രൊപ്പോർഷൻ പറയുമ്പോൾ 4 പേര് വരും. 3 ആണെന്നുണ്ടോ? 4ാമത്തെ ആളാണ് കാണേണ്ടത്. അത് നമുക്ക് അറിയില്ല. ഞാൻ ഇവിടെ ഡാഷ് ഇട്ടു. ഇനി ചെയ്യുന്നത് ഇവര് തമ്മിൽ എന്തോ റിലേഷൻ ഇല്ലേ? 5 × 10 തമ്മിൽ എന്താള്? × 2. 5 × 2 ആണ് 10.
ഇവിടെ അതുപോലെ അങ്ങനെ എടുത്താൽ മതി. ഇൻറ്റു 2. മനസ്സിലായോ? അപ്പോ 12 into 2 എന്താവും? 24 എന്നിട്ട് ഒറ്റ സ്റ്റെപ്പ് കിട്ടും. ഇത്രയും സ്റ്റെപ്പ് എഴുതാൻ ആവശ്യമില്ല. എക്സാമിനേഷൻ നമുക്ക് സ്റ്റെപ്പ് വേണമല്ലോ ആൻസർ കിട്ടിയത്. അപ്പോ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതേ റിലേഷൻ തേർഡും ഫോർത്തും തമ്മിൽ ഉണ്ടാവും. അതാണ് ഒരു മെത്തേഡ്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഈ മെത്തേഡ് മനസ്സിലായോ? നമുക്ക് ഇതൊന്നും വേണ്ട. വേറൊരു ക്വസ്റ്റ്യൻ പറയാം. 8, 24, 10. Find the fourth proportional to this എന്നായിരിക്കും. നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ എഴുതണം അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ എന്താ ഇൻറ്റു 3 അല്ലേ? എന്നല്ലോ. അതുപോലെ ഇവിടെ എടുത്താൽ മതി ഇൻറ്റു 3. അപ്പൊ എത്ര കിട്ടും? 30. വളരെ സിമ്പിൾ അല്ലേ? ഇനി വേറെ ഒന്ന് പറയാം. 6, 8, 12. ഇവയുടെ ഫോർത്ത് പ്രൊപ്പോർഷൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ചെയ്യുന്നത് ഡാഷ് എഴുതല്ലേ? അതുപോലെ ഇനി എന്ത് ചെയ്യണം? ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തമ്മിൽ റിലേഷൻ ഉണ്ടാകും. അതേപോലെ തേർഡ് ഫോർത്തും തമ്മിലുണ്ട്. ഇവിടെ അങ്ങനെ 6 അങ്ങനെ എളുപ്പം പറയാൻ പറ്റില്ല. കിട്ടും. അതൊരു ഫ്രാക്ഷൻ കൊണ്ട് ചെയ്യണം. ഞാൻ അവരോടൊന്നും കൂടില്ല. ഇവിടെ ഏറ്റവും നല്ലത് ഇതിന് തമ്മിൽ എടുക്കാനുള്ളത് ഫസ്റ്റും തേർഡും തമ്മിൽ ഉള്ള റിലേഷൻ എന്താ വരുന്നത്? ഇത് തമ്മില് ഇൻറ്റു 2 അല്ലേ? അതുപോലെ ഇവര് തമ്മിൽ വന്നാൽ മതി. ഏതൊക്കെ തമ്മില്? സെക്കൻഡും ഫോർത്തും തമ്മിൽ. എത്ര കിട്ടും? 16. ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡും തമ്മിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ അതേ റിലേഷൻ അപ്ലൈ ചെയ്താൽ മതി തേർഡും ഫോർത്തും തമ്മിൽ. ഇനി ഫസ്റ്റും തേർഡും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അതേ റിലേഷൻ തന്നെയായിരിക്കും സെക്കൻഡും ഫോർത്തും. ഏതെങ്കിലും ഒന്നിന് സംഭവിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എല്ലാ സ്റ്റെപ്പ് എഴുതി സ്കൂളിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഫോർത്ത് പ്രൊപ്പോർഷൻ മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തായി? നാലാമത്. ഇനി അടുത്ത് മൂന്നാമത് തേർഡ് പ്രൊപ്പോർഷണൽ. അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷണൽ ടു. അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷണൽ ടു 5 and 50. രണ്ടെണ്ണം തന്നാലും മൂന്നെണ്ണം തന്നാലും മൂന്നാമത്തെ ചോദിക്കുമോ? ഇല്ലല്ലോ. മൂന്നാമത്തെ തവണ രണ്ടേ തരുള്ളൂ. നാലാമത്തെ കാണാൻ മൂന്നെണ്ണം തരും. അതാണ് ഇന്നത്തെ. ഇപ്പൊ ഫോർത്ത് പ്രൊപ്പോർഷണൽ ചോദിച്ചാൽ മൂന്നെണ്ണം തരും. തേർഡ് പ്രൊപ്പോർഷണൽ ചോദിച്ചാൽ രണ്ടെണ്ണമേ തരും. മനസ്സിലായോ? അപ്പോ ഇതൊക്കെ തന്നിട്ടുണ്ട്. ചിലരൊക്കെ ഫോർമുല ചില പറഞ്ഞെടുക്കാറുണ്ട്. ഞാനിതിൽ ഫോർമുല ഒന്നും പറയുന്നില്ല. ഒരു മെത്തേഡ് പറയാം. അവൻ പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, ഈ 15 ഉണ്ടല്ലോ, രണ്ടാമത്തെ ആളിനെ ഒന്നുകൂടി എഴുതുക. എന്നിട്ട് അടുത്ത ഡാഷ്. നാലാമത്തെ എപ്പോഴും പ്രൊപ്പോർഷൻ പറയുമ്പോൾ 4 വേണം. പ്രൊപ്പോർഷൻ A/B അല്ലേ? 4 പേരുണ്ടാവും. 2 തന്നാൽ 4 പേരാകണം. അപ്പൊ രണ്ടാമത്തെ ആളിനെ ഒന്നുകൂടി എഴുതണം. അതാണ് എന്റെ മെത്തേഡ്. എന്നിട്ട് ഇവിടെ ഡാഷ്. അപ്പൊ ഈ ടൈം കണ്ടാൽ അത് തേർഡ് പ്രൊപ്പോർഷൻ ആവും. അതാണ് എന്റെ റൂൾ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞത് ചെയ്യാം. ഇവർ തമ്മിൽ എന്താ? ഇൻറ്റു 3 അല്ലേ? അതുപോലെ ഇവർ തമ്മിൽ എന്താ? ഇൻറ്റു 3. അപ്പോ 45 വരും. അത്രേ ഉള്ളൂ. നേരത്തെ ചെയ്താൽ തേർഡിലോട്ട് മാറി അല്ലേ? ഇൻറ്റു 3 അല്ലേ? അതുപോലെ ഇൻറ്റു 3. സിമ്പിൾ അല്ലേ? ക്ലിയർ ആയോ? വേറെ ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് പ്രൊപ്പോർഷണൽ ടു 8 and 16. എങ്ങനെ ചെയ്യാം? 8 എഴുതണം, 16 എഴുതണം. എന്താ ഞാൻ നേരത്തെ പറഞ്ഞേ? ഈ 16 ഒന്നുകൂടി എഴുതുക, എന്നിട്ട് ഡാഷ് കൊടുക്കുക അല്ലേ? ഇവിടെ എന്താ പറയുക? ഇൻറ്റു 2. ഇവിടെയും ഇൻറ്റു 2. ഇവിടെ ഫസ്റ്റ് തേർഡ് നമ്മൾ എടുക്കാം. ഇങ്ങനെ എടുത്ത എഫക്ട് ഒന്നും കാരണം രണ്ടാമത്തെ മൂന്നാമത്തെ സെയിം ആയതുകൊണ്ട് ഇൻറ്റു 2 ആകും. ഇവിടെ ഇൻറ്റു 2. അപ്പം എന്ത് വരും? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഫോർത്ത് പ്രൊപ്പോർഷണൽ മനസ്സിലായി, തേർഡ് പ്രൊപ്പോർഷണൽ മനസ്സിലായി. ഇനി അടുത്തത് മീൻ പ്രൊപ്പോർഷണൽ ആണ്. മീൻ പ്രൊപ്പോർഷണൽ ടു 5 and 20. മീൻ പ്രൊപ്പോർഷണൽ ആണ്. റൂട്ട് ഓഫ്
5 into 20. Root of 100. That is equal to 10. അതായത് രണ്ട് സംഖ്യകളുടെ രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രൊപ്പോർഷൻ ആണ് പ്രോഡക്റ്റിന്റെ സ്ക്വയർ റൂട്ട് എടുത്താണ്. അതിന്റെ കറക്റ്റ് മെത്തേഡ് ഇതാണ് 5 ഡാഷ് ഡാഷ് 20. ഇവിടെ എക്സ് ഇടും. എന്നിട്ട് 5/x ഈക്വൽസ് സ്കൂളിൽ പഠിച്ച മെത്തേഡാണ്. 5/x ഈക്വൽസ് x/20. കോസിന്റെ സ്ക്വയർ ഈക്വൽസ് 5 into 20. x എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5 into 20. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, അവയുടെ പ്രോഡക്റ്റിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോ റൂട്ട് 10 എന്ന് കിട്ടും. ഇനി ഇത് മാറി 4 and 25 എന്ന് വന്നാലോ എന്തുണ്ടാവും? റൂട്ട് ഓഫ് 4 into 25. അത് ഇന്ത്യയാണെന്നില്ല, അതിനുവേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ വ്യത്യാസം അങ്ങനെയും ചെയ്യാം. 4 സ്ക്വയർ റൂട്ട് ഉണ്ടല്ലോ, 2 25 5 അങ്ങനെയും ചെയ്യാം. പ്രോഡക്റ്റ് എടുത്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇത് രണ്ട് രീതിയും ചെയ്യാം. പക്ഷെ ഇതങ്ങനെ പറ്റില്ല. 25 സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പൊ രണ്ട് രീതിയിലും ചെയ്യാം. അത് ക്വസ്റ്റ്യൻസ് തരുന്നത് പോലെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനുവേണ്ടിയാണ് ഈ രണ്ട് കേസും പറഞ്ഞത്. അപ്പൊ എപ്പോഴും മെയിൻ പ്രൊപ്പോർഷൻ അങ്ങനെയാണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടന്റ്. ഇതുവരെ പറഞ്ഞത് ബേസ് ആണ്, പക്ഷെ ഇതിലൊന്ന് ക്വസ്റ്റ്യൻസ് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. If A is to B equal to 5:3, B is to C equals to 3:4, then A is to B is to C. ഇത് വളരെ സിമ്പിൾ ആണ്. ചില സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ അധികം ചോദിക്കുന്നില്ല. നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നാ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ ആദ്യമേ ഈ ചെറിയ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. നോക്കൂ, ഇവിടെ A is to B, ഇവിടെ B is to C ആണ്. ഇവിടെ ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ നോക്കുക, രണ്ടും സെയിം ആണ് അല്ലേ? അങ്ങനെ വന്നാൽ ഉടനെ എഴുതാം. എങ്ങനെ? 5:3:4 എന്ന് നമുക്ക് ഉടനെ ആൻസർ എഴുതാം. ചെയ്ത് നോക്കേണ്ട ആവശ്യം, വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. മനസ്സിലായോ? ഇവിടെ രണ്ടും ഒരുപോലെ ഒരുപോലെ ആണല്ലോ. വേറെ ഒരു കാൽക്കുലേഷന്റെ ആവശ്യം ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ചോദിക്കുന്നതൊക്കെ കുറച്ചുകൂടി വെറൈറ്റി ആയിരിക്കും. നോക്കൂ, if A is to B equal to 5:2, B is to C equals 3:4, എന്നിട്ട് A is to B is to C ചോദിച്ചാലോ എന്താണ്? A is to B ആരാ? 5:2. B is to C ആരാണ്? 3:4. അങ്ങനെ ചോദിച്ചാലോ ഇത് കാണുന്നതിന് ആക്ച്വലി ഇത് രണ്ടും ഒരുപോലെ എടുക്കണം. സ്കൂളിലൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഇതിനകത്ത് മൾട്ടിപ്ലൈ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഒരു ഷോർട്ട് കട്ട് പറയുന്നു. നമുക്കറിയാം n ഇങ്ങനെ എഴുതുന്നത്. n ഇവിടെ തിരിച്ചെഴുതുക, എന്നിനെ തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. മനസ്സിലായോ? പിടികിട്ടിയോ? അത് ഇങ്ങനെ ഇൻഡ് ചെയ്യുക. 5 into 3 എത്രയാ? 15. അടുത്ത് ഇങ്ങനെ ഇൻഡ് ചെയ്യുക. ഇവിടെ 2 ആയിരുന്നല്ലോ. 3 into 2 6. 2 into 4 8. വേണമെങ്കിൽ ഞാൻ ആരോ കൊടുക്കാം. പിടികിട്ടിയോ പറഞ്ഞതാ? 5 into 3 15. 3 into 2 6. 2 into 4 8. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി കാണുമല്ലോ. ഒന്നുകൂടി പറയാം. If P is to Q equals 7:2, Q is to R equals 3:1. അങ്ങനെയാണെങ്കിൽ P is to Q is to R ആണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യും? ഞാൻ ഈ പറഞ്ഞത് എങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതേ ഡയറക്ഷൻ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ 7 into 3 21 is to 3 into 2 6 is to 2 into 1 2. ഇത്രയേ ഉള്ളൂ. മൂന്നിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ വെട്ടി എഴുതാൻ പറ്റും. ഇവിടെ 2 വെച്ച് ഇത് രണ്ടിനെയും വെട്ടിക്കാൻ പറ്റില്ല. ഇത് രണ്ടിനും 3 കൊണ്ട് വെട്ടിക്കാൻ പറ്റില്ല. അപ്പൊ 3 പേരെയും കോമൺ ആയിട്ട് ഒരു സംഖ്യ കൊണ്ട് വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടി എഴുതാം, ചെറുതാക്കി എഴുതാവും കേട്ടോ. 3 പേരിലും കോമൺ വേണം അങ്ങനെ ചെയ്തത്. അപ്പോ P is to Q is to R എന്താ? 21 is to 6 is to 2 എന്നാണ്. നമുക്ക് മനസ്സിലായി കാണുമല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി ഇതിന്റെ എക്സ്റ്റൻഷനാണ്. If A is to B equal to 5:3, B is to C equals 2:2,
1. C is to D equals 3:5. എങ്ങനെ A is to B എന്ന് പറയുന്നത് 5:3, B is to C 2:1, C is to D 3:5. ചോദിക്കുന്ന ഇതാണ് A is to B is to C is to D ആണ്. പലരും പല മെത്തേഡിൽ പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഒരു മെത്തേഡ് പറയുന്നു. നോക്കൂ, നമ്മൾ ആദ്യം ചെയ്യുന്ന രീതി ഇതാണ്. ഫൈവ് ഇസ്റ്റ് ത്രീ ഇങ്ങനെ എഴുതുക. 2:1 ഉണ്ടല്ലോ, 2:1 ഈ 3യുടെ നേരെ എഴുതുക. 2:1 ഒരേ ഗ്യാപ്പ് എന്ന രീതിയിൽ എഴുതുന്നത് നല്ലത്. കാരണം ഞാൻ പറയാം. 2:1 അടുത്ത 3:5. സ്ട്രെയിനായിട്ട് വന്നാൽ നല്ലത്. ആ ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കും. ഞാൻ എഴുതി മനസ്സിലായോ? A is to B 5:3 ഇവിടെ എഴുതി. B is to C 2:1 എവിടെ എഴുതി? ഇതിന്റെ ഇപ്പുറത്ത് 3യുടെ നേരെ എഴുതി റൈറ്റിലോട്ട് എഴുതി. C is to D 3:5 ഈ 1ന് നേരെ എഴുതിയിട്ട് റൈറ്റിലോട്ട്. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. ആൻസർ A is to B is to C is to D അല്ലേ? ഞാനോട് പറയുന്നത് ആദ്യം ഫോളോ ചെയ്യാൻ പറ്റുമോ നോക്കുക. ആദ്യ ഈ ഡയറക്ഷൻ 5 into 2 into 3 മനസ്സിലായോ? ഇഷ്ടവും അടുത്ത ഡയറക്ഷൻ ഇങ്ങനെ 3 into 2 into 3. ഞാൻ എഴുതിയിട്ട് വേറെ കാര്യം കൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യ ഈ ഡയറക്ഷൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ, അടുത്ത് വരുന്നത് ഇത് ഇങ്ങനെയാണ്. എങ്ങനെ ഉണ്ടാവും? 3 into 1 into 3. അടുത്ത ഡയറക്ഷൻ ഇതാണ്, ഇങ്ങനെ നേരെ 3 into 1 into 5. ഞാൻ പറഞ്ഞ രീതി മനസ്സിലായോ? അതേ ഡയറക്ഷൻ 5 into 2 into 3 into ഞാൻ ഇൻറ്റു ചെയ്തില്ല, കാരണം ക്യാൻസൽ ചെയ്തൊക്കെ പോകാൻ ചാൻസ് ആണ്. അടുത്ത ഡയറക്ഷൻ ഇങ്ങനെ 3 into 2 into 3 ഇഷ്ടു. അടുത്ത 3 into 1 into 3, അടുത്ത 3 into 1 into 5. പക്ഷെ ഇങ്ങനെയൊക്കെ ഓർക്കാൻ പറ്റുമോ? ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ. അത് ഓർത്ത് വയ്ക്കാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതിങ്ങനെ, അതിങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ? ഞാൻ കുറച്ച് ഇങ്ങനെ എഴുതാം. അതിന് പാർട്ടായിട്ട് തന്നിട്ടില്ല ഈ ഡയറക്ഷൻ. അത് കഴിഞ്ഞ് ഇങ്ങനെയാണ്. ഈ പോർഷൻ രണ്ടിലും കോമൺ ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പോകുന്നു. ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെ, അതത് ഇങ്ങനെ, അത് കഴിഞ്ഞ് ഇങ്ങനെ, അടുത്ത് ഇങ്ങനെ, ഇങ്ങനെ, ഇങ്ങനെ അല്ലേ? അടുത്ത് ഇങ്ങനെ. മനസ്സിലായോ പറഞ്ഞേ? ആദ്യ ഡയറക്ഷൻ ഇത്, പിന്നെ ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ. അതായത് 2K ഫേസ് ടു ഫേസ്. മനസ്സിലായില്ലേ? 2K ഒരു K അല്ലേ ഇത്, അടുത്ത വേറെ K അല്ലേ? 2K ഫേസ് ടു ഫേസ്. ഇങ്ങനെ 2K ഫേസ് ടു ഫേസ്. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായില്ലേ? ആദ്യ ഡയറക്ഷൻ ഇങ്ങനെ, അടുത്ത ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വളരെ ഈസിയാ. ചിലർ ABC കേട്ട് ഫോർമുലയൊക്കെ പഠിപ്പിക്കും, അതിനൊന്നും ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് സ്പീഡ് ചെയ്യാം. സ്പീഡ് മനസ്സിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കൂ, എല്ലായിടത്തും കോമൺ ആയിട്ടാറുണ്ടോ? 3 ഉണ്ട്. 3 ലാസ്റ്റിൽ തന്നെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്നില്ല. എവിടെയെങ്കിലും മതി. അതില് ലാസ്റ്റ് ആദ്യം എവിടെയെങ്കിലും വന്നാൽ മതി. ആ 4 വന്നാൽ മതി. ഇവിടെ എന്താ പറയുക? 10:6:3:5. ഇനി ക്യാൻസൽ ചെയ്യാൻ ഇതാണ് ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? 2K ഫേസ് ടു ഫേസ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഞാൻ പൊതുവെ ഈ മെത്തേഡിലാണ് പറഞ്ഞു കൊടുക്കാറ്. വേറെ പല മെത്തേഡ്സ് ഉണ്ട്. ഇത് ക്ലിയർ ആണല്ലോ? വേറെ മെത്തേഡ് ഉള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. 5:3, 2:1, 3:5 എന്ന് എഴുതിയിട്ട് ബാക്കി സ്പേസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. മാത്രമേ ഇവിടെ എഴുതുന്നതിന് സമയം എടുക്കത്തില്ലേ?
ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി പറയാം. P/Q equals 5:7. Q/R equals 2:3. R/S equals 7:5. എങ്ങനെ ചോദിക്കും? P/Q/R/S എന്ന് ചോദിക്കും. എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? 5:7. സ്പേസ് ഇട്ട് എഴുതുക. അടുത്ത 2:3. അടുത്ത ഇതിന് നേരെ 7:5. ഇനി P/Q/R/S ഇതുപോലെ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. അതേതൊരു ഡയറക്ഷൻ ഇങ്ങനെ വരയ്ക്കുക പോലും വേണ്ട, ഇങ്ങനെ 5:2:7. അടുത്ത് അത് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ 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 ഈ ഡയറക്ഷൻ ആയി. അടുത്ത് ഈ ഡയറക്ഷൻ 7:2 മനസ്സിലായില്ലേ? അത് ഈ ഡയറക്ഷൻ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ ഡയറക്ഷൻ പിന്നെ അടുത്തത് ഇങ്ങനെ. ഐഡിയ വേണം. ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ അടുത്ത് ഇങ്ങനെ 7:3:7. നേരെ 7:3:5. ഇങ്ങനെ അതിങ്ങനെ പിന്നെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വരയ്ക്കാതെ എഴുതാം. 5:2:7 is to 7:2:7 is to 7:3:7 is to 7:3:5. 2K ഫേസ് ടു ഫേസ്. എല്ലാത്തിലും കോമൺ ആയിട്ടാറുണ്ട് 7 ഉണ്ട്. കോമൺ വരുന്ന രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ എന്ത് വരും? 10:14:21:15 അല്ലെ? മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇതൊന്ന് ട്രൈ ചെയ്താൽ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്പീഡ് കിട്ടും. ഇനി ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് പറയാനുണ്ട്. ഇന്ന് എടുത്തത് കംപ്ലീറ്റ് ബേസ് ആണ്. ഇന്നത്തെ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി തീർക്കട്ടെ. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, കൂടാതെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.